പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയിരുന്നു. നിങ്ങൾക്കറിയാം, ട്രാൻസ്പിരേഷന്റെ ഡിഫറെന്റ് ആയ ആസ്പെക്ട്സ് ആയിരുന്നു. അതിൽ നമ്മൾ അവസാനം പറഞ്ഞത് ട്രാൻസ്പിരേഷന്റെ ടൈപ്പ് ആയിരുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് ട്രാൻസ്പിരേഷൻ ടൈപ്പ് 3 പ്രധാനപ്പെട്ട കാറ്റഗറി ആയിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലൊന്ന് ക്യൂട്ടിക്കുലാർ, 2 സ്റ്റൊമാറ്റൽ ട്രാൻസ്പിരേഷൻ, മൂന്നാമത്തത് ലെൻറ്റിക്കുലാർ ആയിരുന്നു. അതിനെ നമ്മൾ ഈ രീതിയിലാണ് നമ്മൾ കൺക്ലൂഡ് ചെയ്തത്. ലെൻറ്റിസെൽസ് എന്ന് പറയുന്ന ലെൻറ്റിക്കുലാർ ട്രാൻസ്പിരേഷൻ നടത്തുന്നതാണ്. 0.1% ആണ് സാധാരണ പ്ലാന്റിൽ ഉണ്ടാവുന്നത്. ദെൻ ക്യൂട്ടിക്കുലാർ, ദറ്റ് ഈസ് ക്യൂട്ടിന്റെ പ്രസൻസിലുള്ളതാണ്. അത് 3% to 10% വരെ ഉണ്ടാവാറുണ്ട്. ദെൻ സ്റ്റൊമാറ്റൽ ട്രാൻസ്പിരേഷൻ, ദറ്റ് ഈസ് ബൈ ദ ഹെൽപ്പ് ഓഫ് സ്റ്റൊമാറ്റ, ദറ്റ് ഈസ് 90%. ഏറ്റവും കൂടുതലുള്ളത് ഈ ട്രാൻസ്പിരേഷൻ ആണ്. അപ്പൊ ട്രാൻസ്പിരേഷൻ നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നൗ നമുക്കറിയാം, ഈ പറയുന്ന ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് ഇവാപ്പറേഷനുമായി വളരെ കണക്റ്റഡ് ആണ്. ട്രാൻസ്പിരേഷൻ എന്താ നമുക്കറിയാം. ഇനി വാട്ട് ഈസ് ആക്ച്വലി ഇവാപ്പറേഷൻ? ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫിസിക്കൽ പ്രോസസ് ഇൻ എനി ഫ്രീ സർഫസ്. ഒരു എല്ലാ സ്ഥലത്തിലെയും ഒരു ഫിസിക്കൽ പ്രോസസ് ആണ്. എന്നാൽ ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നതോ, ട്രാൻസ്പിരേഷൻ ഈസ് എ ഫിസിയോളജിക്കൽ പ്രോസസ് വിച്ച് ഓൺലി occurs in plants. Whereas the evaporation is a physical process in any free surface. Transpiration means the water released by plants in their air. Enalo evaporation means the conversion of liquid into vapors. അങ്ങനെ evaporation എന്ന് പറയുന്നത് ഞാൻ കൂടുതലായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ evaporation എന്ന് പറയുന്നതും ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നതും തമ്മിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോറിലേഷൻ ഉണ്ട്. എന്താണ് ആ കോറിലേഷൻ? എപ്പോഴും ഇവാപ്പറേഷനെ നമ്മൾ ട്രാൻസ്പിരേഷനുമായി കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഇവാപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു വേപ്പർ, ഇവാപ്പറേഷൻ ആണ്, വേപ്പറാണ് നമ്മൾ അവിടെ വളരെ പ്രധാനമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പൊ ട്രാൻസ്പിരേഷൻ നടത്തിയിട്ട് യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത് എന്താണ്? വേപ്പറാണ്. ആ വേപ്പറിനെ പലപ്പോഴും റിമൂവ് ചെയ്ത് പോകുന്നത് ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ്. ജസ്റ്റ് ടു റിമെമ്പർ വാട്ട് ഈസ് ആക്ച്വലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്പിരേഷൻ ആൻഡ് ഇവാപ്പറേഷൻ. ഞാൻ ലാസ്റ്റ് ഒരൊറ്റ പോയിന്റ് പറയാം. ഇറ്റ് ഈസ് ലാർജ്ലി ഡിപ്പെൻഡ് അപ്പോൺ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സോയിൽ. ഇറ്റ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് വാട്ടർ ഈസ് അവൈലബിൾ ഓൺ ദ സർഫസ്. ഇറ്റ് ഈസ് ലാർജ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം ദ സോയിൽ. എപ്പോഴും ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സോയിലിന്റെ ഉള്ളിലുള്ള വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാറുണ്ട്. ബട്ട് in the case of evaporation, it continues as long as water is available on the surface. സർഫസിൽ വെള്ളമുള്ള കാലം വരെ ഈ പറയുന്ന ഇവാപ്പറേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടക്കാറുണ്ട്. ഇനി നമ്മൾ പറയുന്നത് വാട്ട് ഈസ് ആക്ച്വലി ദ മെക്കാനിസം ഓഫ് ട്രാൻസ്പിരേഷൻ. എന്താണ് ട്രാൻസ്പിരേഷന്റെ വളരെ പ്രധാനപ്പെട്ട മെക്കാനിസം? ഒന്ന്, വാട്ടർ ഈസ് പാസീവ്ലി ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ റൂട്ട്സ് ആൻഡ് ദെൻ ഇൻ ടു ദ സൈലം. ഓക്കെ, വാട്ടർ എപ്പോഴും എന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ടഡ് ഇൻ ടു ദ റൂട്ട് ആൻഡ് ഇൻ ടു ദ സൈലം. The force of cohesion and adhesion cause the water molecule to form a column on the xylem. അപ്പൊ എപ്പോഴും ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട അബ്സോർപ്ഷൻ മെക്കാനിസം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കോഹഷൻ ടെൻഷൻ തിയറി ഉണ്ട്. ആ ടെൻഷൻ തിയറിയുടെ ബേസ് തന്നെയാണ് പലപ്പോഴും ഈ പറഞ്ഞ ട്രാൻസ്പിരേഷൻ നടക്കാറ്. വാട്ടർ മൂവ് ഫ്രം ദി സൈലം ഇൻ ടു ദ മീസോഫിൽ സെൽ. വെള്ളം എപ്പോഴും ഈ പറയുന്ന സൈലം വഴി മീസോഫിൽ സെല്ലിലോട്ട് എത്താറുണ്ട്. അങ്ങനെ മീസോഫിൽ സെല്ലിൽ എത്തുമ്പോഴാണ് അത് ട്രാൻസ്പിരേഷന് വിധേയമാവുന്നത്. which evaporates from their surface and leaves the plant by diffusion through the stomata. അങ്ങനെ അത് സ്റ്റൊമാറ്റ വഴി റിലീസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. സോ ദിസ് ഈസ് ആക്ച്വലി ദ മെക്കാനിസം ഓഫ് ട്രാൻസ്പിരേഷൻ. അപ്പം ട്രാൻസ്പിരേഷൻ മെക്കാനിസം ഒന്നുമില്ല. കോഷൻ ടെൻഷൻ തിയറിയുടെ ബേസിൽ പ്ലാന്റിന്റെ ലീഫിന്റെ ഇടയിലുള്ള സ്റ്റൊമാറ്റ വഴി വെള്ളം ഇവാപ്പറേറ്റ് ചെയ്തു പോകുന്നു ഇൻ ദ ഫോം ഓഫ് വാട്ടർ വേപ്പർ. ഇറ്റ് ഇൻവോൾവ് 3 ബേസിക് സ്റ്റെപ്പ്. 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകളാണ് ട്രാൻസ്പിരേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ നടക്കുന്നത്. ഒന്ന്, അബ്സോർപ്ഷൻ അറ്റ് ദ റൂട്ട്സ്. സെക്കൻഡ് വൺ, കാപ്പിലറി ആക്ഷൻ ഇൻ ദ സൈലം വെസൽസ്. തേർഡ് വൺ, ഇവാപ്പറേഷൻ അറ്റ് ദ ലീഫ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട 3 പ്രധാനപ്പെട്ട പ്രോസസ്. ഒന്ന്, അബ്സോർപ്ഷൻ അറ്റ് ദ റൂട്ട്സ്, കാപ്പിലറി ആക്ഷൻ ഇൻ ദ സൈലം വെസൽസ്, ഇവാപ്പറേഷൻ അറ്റ് ദ ലീഫ്. Then how does water goes up against gravity? എങ്ങനെയാണ് വെള്ളം ഗ്രാവിറ്റിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് മുകളിലോട്ട് പോകുന്നത്? വാട്ടർ ഈസ് ഡോൺ അപ്പ് ദ സൈലം ഇൻ ദ സ്റ്റം ബൈ 3 ഫാക്ടേഴ്സ്: റൂട്ട് പ്രഷർ, കാപ്പിലറി ആക്ഷൻ ആൻഡ് ട്രാൻസ്പിരേഷൻ പുൾ. ഈ 3 പ്രോസസ്സും നിരന്തരമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പ്രോസസ് ചെടികളിൽ നടക്കുന്നത്.
അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ഇത് നമുക്കറിയാലോ ഗ്രാവിറ്റേഷൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് വെള്ളം മുകളിലോട്ട് കയറുന്നത്. അത് കയറാൻ കാരണം 3 പ്രധാനപ്പെട്ട പ്രോസസ് ഉണ്ട്. അതിലൊന്ന് റൂട്ട് പ്രഷർ ആണ്, മറ്റൊന്ന് കാപ്പിലറി ആക്ഷൻ ആണ്, മറ്റൊന്ന് ട്രാൻസ്പിരേഷൻ പുൾ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ട്രാൻസ്പിരേഷൻ മെക്കാനിസം നമ്മൾ പറയാ ടർഗർ പ്രഷർ ആണ്. എന്താണ് ടർഗർ പ്രഷർ എന്ന് പറയുന്നത്? വെള്ളം സെല്ലിന്റെ ഉള്ളിലോട്ട് കയറി കഴിയാനുള്ള പ്രഷറാണ് ടർഗർ പ്രഷർ. അങ്ങനെ വെള്ളം ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ അതിന് പറയുന്നത് സെല്ലിനെ ടർജിഡ് സെൽ എന്നാണ്. Turgor pressure is exerted by fluid in a cell that pressure the cell membrane against the cell wall. Turgor is what make a living plant tissue turgid. Loss of turgor resulting from the loss of water from plant cell cause flowers and leaves into wilt. അപ്പൊ സ്റ്റൊമാറ്റോന്റെ ഉള്ളിലോട്ട് വെള്ളം ഇങ്ങനെ കയറി നിൽക്കുമ്പോഴാണ് വെള്ളം ഇവാപറേറ്റ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന വേപ്പറായിട്ട് പുറത്തോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ടർഗർ പ്രഷർ ആണ്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറയാറുണ്ട് ഈ പറയുന്ന ട്രാൻസ്പിരേഷന് ബാധിക്കുന്നതാണ് വിൽറ്റിംഗ്. നമുക്ക് അറിയാം എന്താണ് വിൽറ്റിംഗ് എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഇൻ ദ പ്ലാന്റ്. അപ്പൊ സ്വാഭാവികമായിട്ടും ചില സമയത്ത് സെല്ല് ഫ്ലാസിഡ് ആയി പോകും. ഫ്ലാസിഡ് ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അതായത് വെള്ളം നഷ്ടപ്പെടുന്ന സമയത്ത് എക്സസീവ് ട്രാൻസ്പിരേഷൻ കോസ് മീസോഫിൽ സെൽ ടു ബിക്കം ഫ്ലാസിഡ്. അപ്പൊ നിരന്തരമായിട്ട് വെള്ളം ഇങ്ങനെ നഷ്ടപ്പെടുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ സ്വാഭാവികമായിട്ടും വെള്ളം കംപ്ലീറ്റ് വേസ്റ്റ് തീർന്നു പോവുകയും അതിന്റെ ഭാഗമായിട്ട് ഇല ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. ദാറ്റ് മേ ലീഡ് ടു ദ വിൽറ്റിംഗ്. അപ്പം ട്രാൻസ്പിരേഷൻ നന്നായിട്ട് നടന്നിട്ട് കഴിഞ്ഞാൽ കുറെ കാലം ട്രാൻസ്പിരേഷൻ തന്നെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇലകളിൽ വിൽറ്റിംഗ് നടക്കാൻ സാധ്യത കൂടുതലാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന വെള്ളം മുകളിലോട്ട് പോകുന്നത് കാപ്പിലറി ആക്ഷൻ വഴിയാണ്. ട്രാൻസ്പിരേഷൻ നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട പ്രോസസ് വെള്ളം വേരുകളിൽ നിന്ന് എടുത്തിട്ട് സ്റ്റെം വഴി ലീഫിലെത്തണം. അതിന് നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രോസസ്സാണ് കാപ്പിലറി ആക്ഷൻ. കാപ്പിലറി ആക്ഷൻ എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ ഫോഴ്സ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. ജസ്റ്റ് വെള്ളം മുകളിലോട്ട് കയറുകയാണ്. അതിന് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്ന ആളെന്ന് പറയുന്നത് ഈ പറയുന്ന അഡ്ഹഷൻ ആൻഡ് കൊഹഷൻ ആണ്. ഈ 2 ആസ്പെക്ട്സ് ആണ് പ്രധാനമായിട്ടും ഈ പറയുന്ന ട്രാൻസ്പിരേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. എന്താണ് അഡ്ഹഷൻ, എന്താണ് കൊഹഷൻ എന്ന് നമുക്കറിയാം. occurs when water from hydrogen bond with the xylem cell wall. Cohesion എന്ന് പറയുന്നത് occurs when water molecule hydrogen bond with each other. വാട്ടർ മോളിക്യൂൾ മാത്രം പരസ്പരം കെട്ടിപ്പടഞ്ഞു നിൽക്കുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന കോഹഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഈ പറയുന്ന പ്രോസസ് വളരെ നന്നായിട്ട് നടക്കാൻ കാരണം സ്റ്റൊമാറ്റ ഉള്ളത് കൊണ്ടാണ്. എന്താണ് യഥാർത്ഥത്തിൽ സ്റ്റൊമാറ്റ? സ്റ്റൊമാറ്റ എന്ന് പറയുന്ന സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് ട്രാൻസ്പിരേഷൻ നടക്കുന്നത്. സ്റ്റൊമാറ്റ ആർ പോർ ഇൻ എ പ്ലാന്റ്സ് സ്കിൻ ത്രൂ വിച്ച് വാട്ടർ ആൻഡ് ഗ്യാസസ് ആർ എക്സ്ചേഞ്ച്ഡ് ദ പ്ലാന്റ് ആൻഡ് ദ അറ്റ്മോസ്ഫിയർ. സ്റ്റൊമാറ്റ എന്ന് പറയുന്ന ഒരു സ്മോൾ പോർ ആണ്. അത് യഥാർത്ഥത്തിൽ ഇൻവോൾവ് ചെയ്യുന്ന എന്തിനാണ്? അറ്റ്മോസ്ഫിയറുമായി വളരെ പ്രധാനപ്പെട്ട ചില എക്സ്ചേഞ്ചുകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്? യഥാർത്ഥത്തിലുള്ള എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് നടത്താം, ഓക്സിജൻ എക്സ്ചേഞ്ച് നടത്താം. ഇങ്ങനെയുള്ള എക്സ്ചേഞ്ചുകളൊക്കെ നടത്തുന്ന വളരെ പ്രധാനപ്പെട്ട സ്ട്രക്ചറിന്റെ പേരാണ് സ്റ്റൊമാറ്റ. സ്റ്റൊമാറ്റന്റെ സ്ട്രക്ചർ നമ്മൾ വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്. ഈച്ച് സ്റ്റോമ ഇൻ സറൗണ്ടഡ് ബൈ എ പെയർ ഓഫ് കിഡ്നി ഷേപ്ഡ് ക്വാഡ് സെൽ. Each quad cell is modified epidermal cell showing a prominent nucleus, cytoplasm and plastid. ഇതാണ് വളരെ പ്രധാനമായിട്ടും ഒരു പറയുന്ന സ്റ്റോമയുടെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ. ഒരു കിഡ്നി ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ക്ലോറോപ്ലാസ്റ്റ് അടങ്ങിയിട്ടുണ്ട്. The wall of the quad cell is differentially thickened. The inner wall of each quad cell facing the stomata is concave and thick and rich. ഇതൊരു കോൺകേവ് ഷേപ്പുള്ള സ്ട്രക്ചർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് തിക്ക് ആൻഡ് റിജിഡ്. ഇതാണ് വളരെ യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റൊമാറ്റ എന്ന് പറയുന്നത്. ദ ഗോഡ് സെൽ ആർ സറൗണ്ടഡ് ബൈ എ വേരിയബിൾ നമ്പർ ഓഫ് എപ്പിഡെർമൽ സെൽ കോൾഡ് സബ്സിഡറി സെൽ. സ്വാഭാവികമായിട്ടും ഇതിനോട് അസോസിയേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സബ്സിഡറി സെല്ലുകൾ നമുക്ക് കാണാൻ പറ്റും. ഓരോ സ്റ്റൊമാറ്റേനെ അസോസിയേറ്റ് ചെയ്തുകൊണ്ട് സബ്സിഡറി സെല്ല് കാണാൻ പറ്റും. ഇതാണ് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്ത കണ്ടീഷൻ. ദിസ് ഇസ് സ്റ്റൊമാറ്റ ഓപ്പൺഡ് കണ്ടീഷൻ. ഇവിടെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ന്യൂക്ലിയസ്, ക്ലോറോപ്ലാസ്റ്റ്, വാക്യൂൾ, ഗോഡ് സെൽസ്, സെൽ വാൾ, ഇത്രയും സ്ട്രക്ചർ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ കഴിയുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. റൈറ്റ് ആൻ അക്കൗണ്ട് ഓൺ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ. ഇത് സ്റ്റൊമാറ്റയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ട്രക്ചർ ആണ്. ദി സ്ട്രക്ചർ ഈസ് ബേസ്ഡ് ഓൺ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ആ സ്കാനിംഗ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ബേസിലാണ് ഈ പറയുന്ന സ്റ്റൊമാറ്റയുടെ ചിത്രമുള്ളത്. Opening and closing of stomata takes place due to changes in turgor pressure of the quad cell. Opening and closing of the stomata takes place due to the changes in turgor pressure of the quad cell.
During the day, water from the subsidiary cell enters the God cell. നമ്മൾ പറഞ്ഞിട്ടുണ്ടായി നേരത്തെ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഗോഡ് സെൽ ആണ്. ഈ പറയുന്ന ഗോഡ് സെല്ലിലോട്ട് വെള്ളം എത്തിച്ചേരുകയും അത് സ്വാഭാവികമായിട്ടും ടർജിഡിറ്റിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡ്യൂറിംഗ് ദ ഡേ ടൈം വാട്ടർ ഫ്രം ദ സബ്സിഡറി സെൽ എൻറ്റേഴ്സ് ദ ഗോഡ് സെൽ മേക്കിംഗ് ദ ഗോഡ് സെൽ ഫുള്ളി ടർജിഡ് ആൻഡ് സ്റ്റൊമാറ്റോ ഓപ്പൺ. അപ്പൊ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സബ്സിഡറി സെല്ലിൽ വെള്ളം വന്ന് നിൽക്കുന്നതുകൊണ്ടാണ്. During night time, water from the God cell enters the subsidiary cell, and as a result, the God cell becomes flaccid due to the decrease in turgor pressure and stomata close. അപ്പോൾ സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്ന സബ്സിഡറി സെല്ലിൽ നിന്ന് വെള്ളം ഗോഡ് സെല്ലിലോട്ട് എത്തുകയും ഗോഡ് സെല്ലിൽ ടർജിഡ് ആവുകയും അതിന്റെ ഭാഗമായിട്ട് സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുകയും ചെയ്യുന്നു. രാത്രിയിൽ ആ വെള്ളം കംപ്ലീറ്റ് തിരിച്ച് സബ്സിഡറി സെല്ലിൽ എത്തുകയും അതിന്റെ ഭാഗമായിട്ട് സ്റ്റൊമാറ്റ ക്ലോസ് ആവുകയും ചെയ്യുന്നു. സോ ദിസ് ഇസ് ആക്ച്വലി ദ കണ്ടീഷൻ ഓഫ് സ്റ്റൊമാറ്റൽ ക്ലോസിംഗ് ആൻഡ് ഓപ്പണിംഗ്. സോ എങ്ങനെയാണ് ഈ പറയുന്ന സ്റ്റൊമാറ്റന്റെ ഈ മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യുന്നത്? നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. മെനി തിയറീസ് ഹാവ് ബീൻ പ്രൊപ്പോസ്ഡ് റിഗാർഡിംഗ് ദി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റോ. ഒരുപാട് തിയറികൾ ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. There are different theories are there. The important theories are theories of photosynthesis in God cell, starch sugar interconversion theory, theory of glycolate metabolism, active potassium transport ion concept. ഇങ്ങനെ 4ഓളം തിയറികൾ നമ്മുടെ മുമ്പിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തിയറി മാത്രം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കും. ഓക്കെ, നമ്മൾ പറയാൻ പോകുന്നത് ആക്റ്റീവ് കെ പ്ലസ് ട്രാൻസ്പോർട്ട് അയൺ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ദ കൺസെപ്റ്റ് ഓഫ് കെ പ്ലസ് അയോൺ ട്രാൻസ്പോർട്ട് വാസ് ഗിവൻ ബൈ ഫിജിനോ എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സയന്റിസ്റ്റ് ആണ് പറഞ്ഞത്. ഇറ്റ് വാസ് സപ്പോർട്ടഡ് ആൻഡ് ഇലാബറേറ്റഡ് ബൈ ലെവിറ്റ് ആൻഡ് റാസ്ക് ഇൻ 1975. ഇറ്റ് വാസ് അപ്പിയേഴ്സ് ടു ബി an active mechanism which need ATP. അപ്പൊ ATPയുടെ ബേസിൽ മാത്രമേ ഈ പറയുന്ന പ്രോസസ് നടക്കുന്നു. ATPയുടെ സഹായത്തോടു കൂടി, യു ക്യാൻ സീ ഹിയർ ദ ATPയുടെ സഹായത്തോടു കൂടി മാത്രമാണ് ഈ പറയുന്ന തിയറി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് തിയറി വി ക്യാൻ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. എക്സ്പ്ലനേഷൻ ഓഫ് ദ മെക്കാനിസം, ഈ പറയുന്ന തിയറിയുടെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒന്ന്, ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഡ്യൂറിംഗ് ഡേ ടൈം. അല്ലെ, സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത് ഡേ ടൈമിനാണ്. ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഇൻ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, ദാറ്റ് ഈസ് ഇൻ നൈറ്റ് ഓർ ഡാർക്ക്നെസ്. റോൾ ഓഫ് പ്ലാന്റ് ഹോർമോൺ ഇൻ സ്റ്റൊമാറ്റ മൂവ്മെന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്നത്? ഓപ്പണിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഡിപ്പെൻഡ് അപ്പോൺ ഫോളോയിങ് കണ്ടീഷൻ. വൺ ഈസ് പ്രസൻസ് ഓഫ് ലൈറ്റ്, decrease in starch content of God cell, increased concentration of malic acid in God cell, influx of potassium ion in God cell, efflux of H plus ion from God cell. So this is the most important points by which stomata are to be opened. ഇത്രയും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യൂ. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിന്റെ പുറമെ ഈ പറയുന്ന എല്ലാ കണ്ടീഷൻസും ഉണ്ടെങ്കിൽ യു ഷുഡ് സീ ദ ഓപ്പൺഡ് സ്റ്റൊമാറ്റ. വളരെ പ്രധാനപ്പെട്ട ഹോർമോൺ നമ്മൾ പറഞ്ഞു. ഹോർമോണിന്റെ ബേസിലുള്ള വളരെ പ്രധാനപ്പെട്ട ആക്ഷൻസ് ആണ് ഈ പിക്ചറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഐ എം നോട്ട് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. യു ക്യാൻ ക്ലിയർലി സീ ദ വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് ആക്ഷൻ ദാറ്റ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് സ്റ്റൊമാറ്റൽ ഓപ്പണിംഗ്. ദെൻ ഇൻടേക്ക് ഓഫ് ക്ലോറിൻ അയോൺ ബൈ ഗോഡ് സെൽ. സ്വാഭാവികമായിട്ടും ഗോഡ് സെല്ലിൽ ക്ലോറിൻ അയോൺ ഉള്ളിലോട്ട് എടുക്കുന്നു. ലോ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഇൻ അറൌണ്ട് ഗോഡ് സെൽ. സ്വാഭാവികമായിട്ടും അവിടെ നമുക്ക് ലോ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് കാണാൻ പറ്റും. ഹൈ pH more than 7 in God cell, high turgor pressure in God cell due to endosmosis. ഇത്രയും കണ്ടീഷൻ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് സ്റ്റൊമാറ്റ ക്ലോസിംഗ് കണ്ടീഷൻ? ക്ലോസിംഗ് ഓഫ് സ്റ്റൊമാറ്റ ഡിപ്പെൻഡ് അപ്പോൺ ദ ഫോളോയിങ് കണ്ടീഷൻ. എന്തൊക്കെയാണ്? ആബ്സെൻസ് ഓഫ് ലൈറ്റ്, ഡിക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് മാലിക് ആസിഡ് ഇൻ ഗോഡ് സെൽ, efflux of potassium ion from God cell, acidic mechanism of the cell sap in God cell, loss of chlorine ion from the God cell. ഈ കണ്ടീഷൻസ് എല്ലാം ക്ലിയർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കുന്നു? സ്റ്റൊമാറ്റന്റെ ഗോഡ് സെല്ലിന്റെ ഉള്ളിൽ നിന്ന് സബ്സിഡറി സെല്ലിലോട്ട് വെള്ളം പോവുകയും സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻക്രീസ് കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ ഇൻ ആൻഡ് അറൌണ്ട് ദ ഗോഡ് സെൽ, പ്രസൻസ് ഓഫ് പ്ലാന്റ് ഗ്രോത്ത് ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ആബ്സിസിക് ആസിഡ്. അങ്ങനെ ഹോർമോണിന്റെ ആബ്സിസിക് ആസിഡിന്റെ പ്രസൻസോടുകൂടി സ്റ്റൊമാറ്റ എന്ത് സംഭവിക്കുന്നു? സ്റ്റൊമാറ്റക്ക് ക്ലോസിംഗ് കണ്ടീഷനിലേക്ക് പോകുന്നു. സോ വി ക്യാൻ സേ ദാറ്റ് നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട പ്രോസസ്സാണ്. എങ്ങനെയാണ് സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള വാട്ട് ആർ ദ ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രാൻസ്പിരേഷൻ, ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ നെക്സ്റ്റ് ക്ലാസ്.